ഗൈസ്, എൻ്റെ കയ്യിലിരിക്കുന്ന സ്റ്റാർ കണ്ടോ? ഞാൻ വെള്ള പേപ്പർ വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ള സ്റ്റാറാണ് കേട്ടോ. മാക്സിമം ഒരു 30 രൂപ, അതിൽ കൂടുതൽ ഇതിനാവില്ല. നമ്മൾ വൈറ്റ് പേപ്പേഴ്സ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയേക്കണേ. ഒരു 24 പേപ്പർ, അത്രയും പേപ്പറുകൾ മാത്രം നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളൂ. 24 വെള്ള A4 ഷീറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലത്തെ ഒരു സ്റ്റാർ ഉണ്ടാക്കിയെടുക്കാം. അപ്പൊ കുട്ടികൾക്കൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഈസിയാണ്. അപ്പൊ വീട്ടിൽ ഇതുപോലെ ഒരു സ്റ്റാർ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഒരു 150 രൂപയെങ്കിലും മിനിമം ആവുമായിരിക്കും അല്ലെ. പക്ഷെ ഇത് ചുളുങ്ങി പോകട്ടെ, നെക്കിലുണ്ടെങ്കിൽ ചുളുങ്ങി പോകും. അപ്പൊ നമുക്ക് ഇതിനകത്ത് സ്റ്റാറൊക്കെ വേണമെങ്കിൽ ഇട്ടിട്ട് നമുക്ക് അലങ്കരിക്കാം. അല്ല ചുമ്മാ ഇതുപോലെ വെക്കാം. അപ്പൊ സ്കൂളിൽ കുട്ടികൾക്ക് DIY ഒക്കെ ചെയ്യാനായിട്ട് എളുപ്പമാണ്. അപ്പൊ നമ്മുടെ ചാനൽ ആരെങ്കിലും പുതിയതായിട്ടാണ് കണ്ടിട്ടിരിക്കുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കലായിട്ട് കൂട്ടുകാർ. അപ്പൊ ഈ സ്റ്റാർ എങ്ങനെ ഉണ്ടാക്കി എന്നുള്ള വീഡിയോ നമുക്ക് കണ്ടു നോക്കിയാലോ. ഓക്കെ ഗൈസ്, നമ്മൾ ഈ വെള്ള പേപ്പർ എടുത്തിട്ടുണ്ട്. ഇത് A4 ഷീറ്റ് അല്ല, A4 ഷീറ്റിനേക്കാളും കുറച്ചും കൂടി വലുതാണ് കേട്ടോ. അപ്പോൾ ഏത് A4 ഷീറ്റ് ആയാലും കുഴപ്പമില്ല, A3 ആയാലും A4 ആയാലും A2 ആയാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ എടുത്തേക്കണേ ഈ ഒരു പേപ്പർ ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ ഒന്ന് രണ്ടായിട്ട് മടക്കുക. എന്നിട്ട് വീണ്ടും ഇതുപോലെ ഒന്ന് മടക്കുക. ഓക്കെ, സെൻറ്റർ പോർഷനിൽ നന്നായിട്ടൊന്ന് ഇങ്ങനെ ഒന്ന് സ്ക്രോൾ ചെയ്തിട്ട് എടുക്കുക കേട്ടോ. ഇനി നമുക്ക് വീണ്ടും ഇത് ഒന്നും കൂടി മടക്കണം. ഇതുപോലെ ഒന്നും കൂടി മടക്കാം. അപ്പോൾ ഭയങ്കര ഈസിയാണ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ കുറച്ചധികം സമയം എടുക്കും, ഒരു 10-20 മിനിറ്റ് എടുക്കും നമ്മൾ ഒരെണ്ണം ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ നമ്മളിത് ഇതുപോലെ ഒന്ന് വെട്ടിയെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ 3D ലുക്കുള്ളതാണ് ഒരെണ്ണം ചെയ്തെടുക്കണേ. അപ്പോൾ ഇതുപോലെ തുറന്നു കഴിയുമ്പോൾ ഉള്ളിൽ ഇതുപോലെ കുറേ കോളങ്ങൾ വന്നിട്ടുണ്ടാകും. അപ്പോൾ നമ്മൾ ഈ ഒരു പോർഷൻ തുറന്ന് വെക്കുക. അതായത് ഈ ഭാഗം അകത്ത് വന്ന രീതിയിൽ ഇങ്ങനെ വെച്ചിട്ട് വേണം നമ്മൾ വരയ്ക്കാൻ വേണ്ടിയിട്ട്. ഇപ്പുറത്തെ സൈഡിൽ നിന്ന് വരച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റാർ കറക്റ്റായിട്ട് കിട്ടില്ല. അപ്പോൾ ഈ ഒരു പോർഷനിൽ ഇതുപോലെ വെച്ചിട്ട് നമ്മൾ ഇവിടെ കൂടി ഇങ്ങനെ ഒരു ആർച്ച് പോലെ താഴോട്ട് ഇങ്ങനെ ആർച്ച് വന്ന രീതിയിൽ ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കുക കേട്ടോ. താഴേക്ക് ഇങ്ങനെ ചെറിയൊരു കുനിപ്പ് വന്ന രീതിയിൽ വേണം വെട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അത് ഇതുപോലെ നമ്മൾ വെട്ടിയെടുക്കാം കേട്ടോ. തുറന്നു കഴിയുമ്പോൾ ഇതുപോലെ ഇരിക്കും. അപ്പോൾ നമ്മൾ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വെട്ടുവാണെങ്കിൽ കറക്റ്റ് ആവില്ല. നടുക്ക് ഇതുപോലെ ഇങ്ങനെ സെൻറ്ററിൽ ഈ ഭാഗത്ത് നമുക്ക് വന്ന രീതിയിൽ വേണം വെട്ടിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലത്തെ ഒരു 6 എണ്ണം നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. പിന്നെ ഇതിനേക്കാളും ചെറുത് നമ്മൾ ഒരെണ്ണം ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലത്തെ ഒരു ചെറുതുണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇതും ഒരു 6 എണ്ണം വേണം. പിന്നെ ഇതും നമ്മൾ ഇതിൻ്റെ ചെറിയൊരു കഷ്ണം ഇതുപോലെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. 3 അളവിൽ എടുത്തിട്ടുണ്ട്. 3 എണ്ണം നമുക്ക് 6 എണ്ണം വെച്ചിട്ട് വേണം. ഇത് വേണമെങ്കിൽ നമുക്ക് 12 എണ്ണം ഉണ്ടാക്കി എടുക്കാം കേട്ടോ. കുറച്ചും കൂടി ഭംഗി ഉണ്ടാകും കാണാം. ഈ ഒരു പോർഷൻ നമ്മൾ ഒന്നും കൂടി മടക്കി ഇതിനെ ഒരു സെൻറ്റർ പോയിന്റ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അതായത് ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കണം. ഇതുപോലെ മടക്കി നന്നായിട്ടൊന്ന് സ്ക്രോൾ ചെയ്തിട്ട് ഇതിൻ്റെ ഒരു പാടുണ്ടല്ലോ അതിവിടെ വരത്തണം. അപ്പോൾ ആദ്യത്തെ ഇങ്ങനെ മടക്കുക, രണ്ടാമത്തെ മടക്കുമ്പോൾ ഇങ്ങനെ മടക്കുമ്പോഴേക്കും ഉള്ളിലുള്ളതും കൂടി നമുക്കൊന്ന് കറക്റ്റ് അളവിൽ കിട്ടും. അപ്പോൾ കണ്ടോ, അപ്പോൾ ഇതുപോലെ ഒന്ന് മടക്കാം. പിന്നെ ഈ എൻഡ് പോർഷനിൽ ഒരെണ്ണം കൂടി ഉണ്ട്, അതും കൂടി മടക്കി കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇതിൻ്റെ ചെറിയൊരു പരിപാടി കഴിഞ്ഞു. അപ്പം ഇങ്ങനെ ആക്കി എടുക്കുകയാണ് ആദ്യം വേണ്ടത്. അപ്പം നമ്മൾ ഏറ്റവും പുറത്തെ ലെയറിൽ വന്നാണിത്. ഇത് നമ്മളിത് ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. മൊത്തം കുഞ്ഞു കോളങ്ങൾ വന്നിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്യാം. അതായത് ഇങ്ങനെ നമ്മൾ വിഷറിയൊക്കെ മടക്കുമ്പോൾ ഇരിക്കൂല, അതുപോലെ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. ഭയങ്കര ഈസിയാണ് കേട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട്. വലിയ പാടുള്ള പണിയല്ല, പക്ഷേ എങ്കിൽ ഇച്ചിരി സമയം എടുക്കുന്നുള്ളൂ. നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കിയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു സ്റ്റാറാണ്. അപ്പോൾ കടയിൽ നിന്നൊക്കെ സ്റ്റാർ വാങ്ങാണ്ട് സ്കൂളുകളിലൊക്കെ കുട്ടികൾക്കൊക്കെ DIY ചെയ്യാനുണ്ടെങ്കിൽ ഇത് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ കുറച്ച് പേപ്പർ നമ്മുടെ അടുത്തുനിന്ന് ചിലവാകും. അപ്പോൾ ഒരു 6 പേപ്പർ ഏറ്റവും മുകളിലത്തെ ലെയറിന് വേണ്ടിയിട്ടും 6 പേപ്പർ നമ്മൾ അടുത്ത ലെയറിന് വേണ്ടിയിട്ടും നമുക്ക് 3 പേപ്പർ മതിയാവുള്ളൂ കേട്ടോ. അപ്പം ഇതുപോലെ നമുക്ക് മടക്കിയെടുക്കാം. അപ്പം മൊത്തം ഒരു 24 പേപ്പർ നമുക്ക് മതി. ഓക്കെ, ഇതുപോലെ നമ്മൾ വെച്ചപ്പോഴേക്കും ഇതൊരു ഇങ്ങനെ വിശറി പോലെ ആയിട്ടുണ്ട് കണ്ടോ. നല്ല ഭംഗിയിൽ ഇതുപോലെ വന്നിട്ടുണ്ട്. സോ അപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു 6 എണ്ണം സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ. 1 2 3. ഇനി ഈ ഒരു പോർഷനിലേക്ക് നമുക്ക് ഗ്ലൂ തേച്ച് കൊടുക്കാം. അപ്പോൾ ഇത്രയും ഭാഗത്ത് നമുക്കൊന്ന് ഗ്ലൂ തേച്ച് കൊടുത്തിട്ട് അടുത്ത ഒരെണ്ണം ഇതുപോലെ എടുക്കുക. എന്നിട്ട് ഇതൊന്ന് കൂട്ടി യോജിപ്പിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കുക. രണ്ടും കൂടി ഒന്ന് വെച്ച് കൊടുക്കുക, ഒട്ടിക്കുക. കണ്ടോ, ഇതുപോലെ ഒന്ന് ആക്കി എടുക്കുക. അപ്പോൾ രണ്ടും കൂടി ഒട്ടിയിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഇങ്ങനെ ഒട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് കുറച്ച് നേരം ഒന്ന് ഫോൾഡ് ചെയ്ത് പിടിക്കുക, ഒട്ടിക്കുക. നെക്സ്റ്റ് എടുക്കുക. അടുത്തതും ഇതുപോലെ തന്നെ പശ തേക്കുക, ഒട്ടിക്കുക. അടുത്തൊരു പീസ് നമുക്ക് ഇതിന് ചേർത്ത് ഒട്ടിച്ച് കൊടുക്കുക. ഓക്കെ,
ഓക്കെ, കണ്ടോ? ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഇതുപോലെ വരും. അപ്പോൾ ഇതുപോലെ ഒരു 6 എണ്ണം നമുക്ക് ചേർത്ത് ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇരുന്നത് നമ്മൾ ഇത് ഒട്ടിച്ച് കഴിയുമ്പോഴേക്കും ഇതിൻ്റെ ഈ ഒരു പോർഷനും കൂടി നമുക്ക് ഇതുപോലെ പശ അങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ട് ഇത് രണ്ടും കൂടി ക്രോസ് ആയിട്ടില്ല, ഇതുപോലെ ഇതിങ്ങനെ വെച്ചിട്ട് വട്ടത്തിൽ അങ്ങോട്ട് ചേർത്തിട്ട് ഒട്ടിക്കാം. അപ്പോൾ സെൻറ്ററിൽ നമുക്കിത് ഇതുപോലെ വരും. കുറച്ചൊന്ന് ഫോൾഡ് ചെയ്ത് പിടിക്കുക. ഓക്കെ, അപ്പോൾ കണ്ടോ ഇതുപോലെ ഒരു സ്റ്റാർ പോലെ വരും. കണ്ടോ? ഇനി നമ്മുടെ കയ്യിൽ ബാക്കിയുണ്ടായ ചെറിയ സൈസിലുള്ള നമ്മൾ മുറിച്ച് വെച്ചേക്കണ ആ പേപ്പറുകൾ കൂടി നമുക്ക് സെക്കൻഡ് ലെയറിന് വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കാം. അപ്പോൾ രണ്ടാമത്തെ ലെയറും നമ്മൾ ഇതുപോലെ ചെറിയത് അതിൻ്റെ മുകളിലൊക്കെ ഉള്ളത് നമ്മളിത് ഇതുപോലെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഒട്ടിച്ച് ഇത് നമ്മൾ ചേർത്ത് ഇതുമേക്ക് ഒട്ടിച്ച് അപ്പോൾ 2 ലെയർ സ്റ്റാർ നമ്മൾ ഉണ്ടാക്കി. ഇനി മൂന്നാമത്തെ ആ കുഞ്ഞു ലെയറും കൂടി നമ്മൾ ഇതുപോലെ ഒന്ന് ആക്കിയെടുത്തിട്ട് സ്റ്റാർ പോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഏറ്റവും ഫസ്റ്റ് പ്രാവശ്യം ഏറ്റവും ആദ്യം ഒരു വലുത് ഉണ്ടാക്കിയില്ല, അത് ഞാൻ 2 എണ്ണം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 3D എഫക്റ്റ് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ 2 എണ്ണം ഉണ്ടാക്കിയെടുത്തേക്കണേ. അപ്പോൾ ലാസ്റ്റത്തെ ലെയറും കൂടി ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ലാസ്റ്റത്തെ ലെയറും ഒട്ടിച്ചൊരു കുഞ്ഞു നക്ഷത്രം കൂടി ഉണ്ടാക്കിയെടുത്തിട്ട് നമ്മളിത് 3ഉം കൂടി സ്റ്റിക്ക് ചെയ്യാൻ പോവാണ് കേട്ടോ. സാധാ ഗ്ലൂ വെച്ചിട്ട് ഒട്ടിക്കുകയാണെങ്കിൽ കുറച്ചധികം സമയം എടുക്കും. അപ്പോൾ ഹോട്ട് ഗ്ലൂ വെച്ചിട്ട് നടുക്കുക ഒരു പോർഷനിലേക്ക് നമ്മൾ ഹോട്ട് ഗ്ലൂ കുറച്ച് ആക്കി കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഒട്ടിക്കിട്ടു കേട്ടോ. അപ്പോൾ ഫസ്റ്റത്തെ ആ ഒരു നക്ഷത്രം നമ്മളൊന്ന് ഹോൾഡ് ചെയ്ത് പിടിച്ച് ഒട്ടിച്ചെടുത്തിട്ട് കുറച്ചൊന്ന് പിടിച്ചാൽ മതി, അപ്പോൾ തന്നെ ഒട്ടിക്കിട്ടും. അപ്പോൾ രണ്ടാമത്തെ നക്ഷത്രം നമ്മളവിടെ സെറ്റാക്കി ഇതുപോലെ ഹോട്ട് ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരെണ്ണം ഒട്ടിച്ച് കഴിഞ്ഞ ശേഷം ഇതിൻ്റെ സെൻറ്ററിലായിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു നൂല് പിടിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ ഫസ്റ്റത്തെ ഞാൻ ഒട്ടിച്ചിട്ട് അത് തല തിരിച്ചിട്ട് കേട്ടോ, ഫ്രണ്ട് പോർഷൻ തിരിച്ചിട്ട്, അതായത് ഇങ്ങനെ നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റും ഉൾഭാഗത്തേക്ക് ഇങ്ങനെ കുഴിയുള്ള രീതിയിലാണ് ആദ്യം വെച്ചേക്കണത്. രണ്ടാമത്തെ വെച്ചപ്പോൾ മോൾ ഭാഗത്തേക്ക് പൊന്തി നിൽക്കണ ഒരു നക്ഷത്രം എടുത്തിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഹോട്ട് ഗ്ലൂ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക സെൻറ്ററിലായിട്ട്. അപ്പോൾ ഇതിൻ്റെ നടുക്ക് വേണമെങ്കിൽ നമുക്ക് ത്രെഡ് തൂക്കിയിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. ഞാൻ ലാസ്റ്റ് ഏറ്റവും ബാക്കിലായിട്ടാണ് നമ്മുടെ ഒരു ത്രെഡ് തൂക്കിയിട്ടിട്ട് നമ്മളിവിടെ ഹോൾഡ് ചെയ്ത് തൂക്കിയിടണല്ല, നമ്മൾ ഏതെങ്കിലും മതിലുമയാണ് ചാരി വെക്കുന്നത്. നിങ്ങൾ തൂക്കിയിടുകയാണെന്നുണ്ടെങ്കിൽ നടുക്ക് മാത്രം നിങ്ങൾ ഒരു പശ തേച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ഉണ്ടാക്കിയ ഒരു കുഞ്ഞു നക്ഷത്രം കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഒട്ടിച്ച് കൊടുക്കുക. അപ്പോൾ ഹോട്ട് ഗ്ലൂ നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട് അടുത്തതും കൂടി ഒട്ടിച്ച് കൊടുക്കുക, അടുത്ത ലെയർ ഒട്ടിക്കുക. അത് കഴിഞ്ഞ് ലാസ്റ്റത്തെ ആ ഒരു കുഞ്ഞു നക്ഷത്രം കൂടി ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടിരിക്കുന്ന കൂട്ടുകാർ നമ്മുടെ നക്ഷത്രം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, നമ്മുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നാളെ നല്ല അടിപൊളി ഒരു വേറെ എന്തെങ്കിലും ഒരു DIY ചെയ്തിട്ട് വരാം, നമ്മുടെ ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ടുള്ള ചെയ്യാം. എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൊന്ന് പറയാം, നമ്മൾ വൈറ്റ് പേപ്പർ വെച്ചിട്ട് തന്നെ വീണ്ടും ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ കുറേ വൈറ്റ് പേപ്പേഴ്സ് എൻ്റെ അടുത്ത് ഇരിക്കേണ്ടത് ഗൈസ്, അതുകൊണ്ടാണ് വൈറ്റ് കളർ കൊണ്ട് തന്നെ ചെയ്യാമെന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ലാസ്റ്റത്തെ ലെയറും കൂടി ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. നല്ല അടിപൊളി ഒരു 3D ലുക്കുള്ള നല്ല രസമുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതും കൂടി ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ 4 സ്റ്റാർ നമ്മൾ ഒട്ടിച്ച് കഴിഞ്ഞ് നമ്മുടെ സ്റ്റാറിൻ്റെ പണിയാണ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഒരു ത്രെഡും കൂടി നമുക്ക് തൂക്കി കൊടുക്കാം കേട്ടോ. നമ്മുടെ ഹോട്ട് ഗ്ലൂ വെച്ചിട്ട് തന്നെ നമുക്ക് ത്രെഡ് തൂക്കി കൊടുക്കാം. അപ്പോൾ ഭയങ്കര സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ സ്റ്റാറിൻ്റെ പണി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടില്ലെന്നൊന്ന് കമൻറ്റ് ചെയ്ത് പറയാം. ആ വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ല കേട്ടോ. ബെൽ ബട്ടൺ എനേബിൾ ചെയ്താലാണ് നമ്മുടെ വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. താങ്ക് യു, ബൈ ബൈ.